ഗായ്സ്, ന്യൂസ് മീൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർട്ടമായ സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ഒരു കിടക്കാച്ചി വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോസി ഈവനിങ് വ്ളോഗാണ്, അഥവാ ഗെറ്റ് റെഡി വിത്ത് മീ ആഫ്റ്റർ സ്കൂൾ. രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അൺപാക്ക് അവർ ബാഗ്സ്. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വേറെ, നോട്ട് ബുക്സ് വേറെ ആക്കിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ബാഗും കാലിയായി. ടെക്സ്റ്റ് ബുക്സ് വേറെ, നോട്ട് ബുക്സും ഡയറിയൊക്കെ വേറെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ പണി എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ബുക്ക് ഷെൽഫിൽ കൊണ്ടുവയ്ക്കണം. സോ നമുക്കത് എല്ലാം എടുത്തുകൊണ്ട് ബുക്ക് ഷെൽഫിൽ കൊണ്ടുവയ്ക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വേണം കൊണ്ടുവയ്ക്കാൻ. എല്ലാം കൂടി കൊണ്ടുവയ്ക്കാൻ എനിക്കുള്ള ആരോഗ്യമുണ്ട് കേട്ടോ വയസ്സ് അതിനുള്ള. സോ ഇതന്നെ എടുക്കാൻ നല്ല പണിയാണ്. ഓക്കെ, നമുക്ക് നേരെ നമ്മളുടെ ഇത് തുറന്ന്, ഇതാണ് എൻ്റെ ബുക്ക് ഷെൽഫ്. ഇവിടെ നോട്ട് ബുക്ക്, ഇവിടെ ഒരു ടോയ് ടാബാണ് എഴുതി പഠിക്കാൻ, ഇവിടെ ടെക്സ്റ്റ് ബുക്സും ആണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. സോ നമ്മളുടെ പൊന്നാര ടെക്സ്റ്റ് ബുക്സിന് നമുക്ക് ആദ്യം ഇവിടേക്ക് കയറ്റി വെക്കാം. ഇത് കയറ്റി വെച്ചിട്ട് കാണാം, വലിയൊരു മല മറിക്കേണ്ട പണി പോലെയാണ് കേട്ടോ ഇത്. ഇത്രയും വെയിറ്റുള്ള ബുക്സ് ആയതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വെക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അത് കയറ്റി വെച്ചതിന് ശേഷം കാണാം. പിന്നെ നോട്ട് ബുക്സും കൂടി വെച്ചിട്ടും കാണാം കേട്ടോ. അങ്ങനെ ആ ചടങ്ങ് അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ചടങ്ങ് കാലിയായ നമ്മളുടെ ബാഗിനെ നമ്മൾ നേരെ നമ്മളുടെ ബാഗ് ഷെൽഫിലേക്ക് വെക്കാം. ബാഗ് വെക്കുന്ന തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ. എന്നിട്ട് ഇനി ബാഗിനെയും ബുക്കിനെയും രാത്രി കാണാം. ബിക്കോസ് എൻ്റെ സ്റ്റഡി ടൈം രാത്രി ആയതുകൊണ്ട് നമുക്ക് രാത്രിയേ ഇനി ബുക്സൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ലെറ്റ്സ് ഗോ. അടുത്ത നമ്മുടെ പരിപാടി ഫ്രഷ് ആവാന്നുള്ളതാണ്. സോ ലെറ്റ്സ് ടേക്ക് അവർ കോസി ഡ്രസ്, കംഫർട്ട് കോസി ഡ്രസ്. ഫസ്റ്റ് ഇവിടുത്തെ ലൈറ്റൊക്കെ ഒന്ന് എടുത്തേ. ഞാൻ പകലായാലും രാത്രി ആയാലും ഒന്നും നോക്കത്തില്ല, ലൈറ്റ് അങ്ങോട്ട് ഇടും. ഓക്കെ, ലൈറ്റ് ഇട്ടു. നമുക്ക് നേരെ നമ്മുടെ ഡ്രസ്സ് എടുക്കാം. ഏതെടുക്കും? കൺഫ്യൂഷനാണ് ഗൈസ്. ഒരുപാട് ഡ്രസ്സ് ഇവിടെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് ഏതാണ് എടുക്കുന്നത് എനിക്ക് കൺഫ്യൂഷനാണ് ഗൈസ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഡ്രസ്സ് എടുക്കാം. ഞാൻ ചൂസ് ചെയ്തത് ഏതെടുക്കും? തൽക്കാലം ഈ ഒരു ബ്ലാക്ക് പാൻറ്റും ഒരു ഈ ഒരു ബ്ലൂ ഷർട്ട് അഥവാ ടീഷർട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു യൂണിഫോം ഔട്ട്ഫിറ്റിൽ നിന്ന് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലെ ഹോം ഔട്ട്ഫിറ്റിലേക്ക് മാറാം. മീൻസ് മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഡ്രസ്സ് നമ്മൾ മീഷോയിൽ വാങ്ങിയതാണ്. അപ്പോൾ ലിങ്ക് ഒന്നും ചോദിക്കുന്നത്. സോ നമുക്ക് നേരെ മാറ്റി റെഡിയായി ഹോം ഔട്ട്ഫിറ്റിലേക്ക് മാറാം. സോ ഗൈസ്, ഹോം ഔട്ട്ഫിറ്റിലേക്ക് മാറി നമുക്ക് നേരെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ സിംപ്ലി സിറ്റാണ്. നല്ല മഴയൊക്കെ പെയ്ത് കോട ഇറങ്ങി നിൽക്കുന്നൊരു മൂഡ് പോലെ. നല്ല തണുപ്പാട്ടോ ബാൽക്കണിക്ക് ഇറങ്ങുമ്പോൾ. പക്ഷികളൊക്കെ പ്രാവൊക്കെ അതാ പാറിക്കൂടും. ഇത് വേറെ ഫ്ലാറ്റാണ്. അപ്പം അടിയിൽ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അതാണ് എൻ്റെ മദ്രസ. ആ വെള്ള സാധനം പില്ലർ പോയിട്ട് അവിടെയാണ് എൻ്റെ മദ്രസ. അപ്പം മഴ കാരണം ബാൽക്കണിയൊക്കെ വെള്ളമായിട്ട് നിറച്ചില്ലെങ്കിലും വെള്ളം കൈ സ്ലിപ്പാവുന്ന രീതിയിലാണ് ബാൽക്കണി നിറച്ചിടാം. നമുക്കൊരു കോസി ഫീലിങ്ങിന് വേണ്ടിയിട്ട് ഈ ചെയർ ഇവിടുന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് മാറ്റാം. എന്നിട്ട് കർട്ടന് ഞാനൊരു അർജൻറ്റീന ഫാൻ ആയതുകൊണ്ട് തന്നെ അർജൻറ്റീന തീമിലാണ് എനിക്ക് റൂം കിട്ടിയത്. നമ്മൾ റെൻറ്റിലാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. എന്നാലും ഞാൻ അർജൻറ്റീന ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അർജൻറ്റീനയുടെ ടൈപ്പ് തന്നെ കിട്ടിയിട്ട് റൂമായാലും എന്തായാലും അർജൻറ്റീനയുടെ ടൈപ്പ് തന്നെ കിട്ടിയിട്ടോ. കണ്ടോ, അർജൻറ്റീനൻ്റെ കേട്ടൻ, വേറൊരു കേട്ടൻ അർജൻറ്റീനൻ്റെ കറക്റ്റ് ബ്ലൂ, ലൈക്ക് ഇവിടെ ബ്ലൂ വൈറ്റ്
ബ്ലൂ പറഞ്ഞ അർജൻറ്റീന ഫ്ലാഗ്. പിന്നെ കബോർഡ് ആയാലും സെയിം അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ റൂം നല്ല സ്പേഷ്യസുമാണ്. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിൾ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ സാധാ മരി ഇവിടെ ആയിരുന്നു എൻ്റെ സ്റ്റഡി ടേബിൾ. ഈ ഒരു ഭാഗത്തായിരുന്നു എൻ്റെ സ്റ്റഡി ടേബിൾ. ഇവിടെ ഈ ചെയറുള്ള സ്ഥലത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി, കാരണം എനിക്ക് ചെയറിൽ എത്താത്തതുകൊണ്ട് കാരണം കൂടി ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ പഠിക്കാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒക്കെ നിങ്ങൾ എന്തൊക്കെ സ്കൂളിട്ട് വന്നാൽ എന്തൊക്കെ ചെയ്യാറെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ. എന്നാൽ ശരി, ബൈ. പിന്നെ പറഞ്ഞ പോലെ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ടേ.